Hello everyone, I welcome you all to my class where learning becomes easy and interesting. അപ്പോൾ ബയോകെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. അതായത് എന്താണ് ഹോർമോണൽ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബോഡി എന്ന് പറഞ്ഞാലെന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നമ്മുടെ ബോഡിയിലെ തന്നെ കുറച്ച് ഹോർമോൺസ് ആണ് കൺട്രോളിൽ വെക്കുന്നത്. ചില ഹോർമോൺസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ വർദ്ധിപ്പിക്കുന്നു, ചില ഹോർമോൺസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തൊക്കെ ഹോർമോൺസ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹോർമോൺസിന് നമ്മുടെ ബോഡിയിലെ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷനിൽ ഒരു വളരെ വലിയ റോള് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനിയും ആദ്യം നമുക്ക് പറയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അതായത് ലോവർ ചെയ്യുന്നതാണ് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ലൈക്ക് ഹൈപ്പോഗ്ലൈസീമിയ. പക്ഷേ ഇൻസുലിൻ ഒഴിച്ച് ബാക്കിയുള്ള ഹോർമോൺസ് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇൻസുലിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. അതായത് ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറച്ചു, പക്ഷേ മറ്റ് ഹോർമോൺസ് എല്ലാം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് ഹൈപ്പർഗ്ലൈസീമിയ പോലത്തെ കണ്ടീഷൻസിൽ. ഇനി നമുക്ക് ഇൻസുലിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്ന, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്നതാണ്, അപ്പം കുറയ്ക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അതുകൊണ്ടാണ് അതിനെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്ന ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹൻസിലുള്ള ബീറ്റ സെൽസ് ആണ് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ? പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹൻസിനകത്തുള്ള ബീറ്റ സെൽസ്. ഇനി മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസിൽ ഇതിന് ഒരു വലിയ റോള് തന്നെയാണ് ഈ ഇൻസുലിന് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസിൽ ഉള്ളത്. ഇനി ഇൻസുലിനെ നമ്മളൊരു അനബോളിക് ഹോർമോൺ ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് ദ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ, ട്രൈ അസൈൽ ഗ്ലിസറോൾസ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ അതായത് ഗ്ലൈക്കോജൻ്റെയും ട്രൈ അസൈൽ ഗ്ലിസറോൾസിനെയും പ്രോട്ടീൻസിനെയും ഫോർമേഷൻ, അതായത് സിന്തസിസിന് ഇത് സഹായിക്കുന്നത് കാരണം നമ്മൾ ഇൻസുലിനെ അനബോളിക് ഹോർമോൺ എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഹോർമോൺ എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കാൻ പോകുന്നത്? 10 രീതിയിലാണ്, അതായത് 10 ഡിഫറെൻറ്റ് വേസിലാണ് ഇത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നത്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് മെത്തേഡ്, അതായത് ഫസ്റ്റ് രീതി എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദി അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ബൈ മസിൽസ്. അതായത് മസിൽസ് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഇൻസുലിന് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നു. സെക്കൻഡ് വൺ, സ്റ്റിമുലേറ്റിംഗ് ഗ്ലൈക്കോലിസിസ്. തേർഡ് വൺ, ഇൻഹിബിറ്റിംഗ് ഗ്ലൂക്കോനിയോജെനസിസ്. ഫോർത്ത് വൺ, സ്റ്റിമുലേറ്റിംഗ് ഗ്ലൈക്കോജെനസിസ്. ഫിഫ്ത്ത് വൺ, ഇൻഹിബിറ്റിംഗ് ഗ്ലൈക്കോജെനോലൈസിസ്. സിക്സ്ത് വൺ, സ്റ്റിമുലേറ്റിംഗ് HMP ഷണ്ട്. സെവൻത്ത് വൺ, സ്റ്റിമുലേറ്റിംഗ് lipogenesis. 8th one, inhibiting lipolysis. 9th one, stimulating protein synthesis. And 10th one, inhibiting protein degradation. അപ്പോൾ ഈ 10 വേസ്, അതായത് ഈ 10 രീതികളിലാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഹോർമോൺ ഏതാണെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കഗൺ ആണ്. അപ്പോൾ ഗ്ലൂക്കഗൺ എന്ന് പറഞ്ഞാൽ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ പാൻക്രിയാസിലുള്ള ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഗ്ലൂക്കഗണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ആക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ റെഡ്യൂസ് ചെയ്തു, പക്ഷേ ഈ ഗ്ലൂക്കഗൺ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യാനാണ് പോകുന്നത്. ഇനി എങ്ങനെയാണ് ഗ്ലൂക്കഗൺ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. 4 രീതികളിലാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഗ്ലൂക്കോഗൺ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈ സ്റ്റിമുലേറ്റിംഗ് ഹെപ്പാറ്റിക് ഗ്ലൈക്കോജെനോലൈസിസ്. സെക്കൻഡ്, സ്റ്റിമുലേറ്റിംഗ് ഗ്ലൂക്കോനിയോജെനസിസ്. തേർഡ്, ഇൻഹിബിറ്റിംഗ് ഗ്ലൈക്കോജെനസിസ്. ആൻഡ് ഫോർത്ത്, ഇൻഹിബിറ്റിംഗ് ഗ്ലൈക്കോലിസിസ്, TCA സൈക്കിൾ, HMP ഷണ്ട്, എക്സെട്ര. അപ്പോൾ ഈ 4 രീതികളിലാണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ തേർഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ എപ്പിനെഫ്രിൻ ആണ്. ഈ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? അഡ്രിനൽ മെഡുല. അപ്പോൾ ഈ ഹോർമോൺസ് ഒക്കെ ആരാണ്, അതായത് നമ്മുടെ ബോഡിയിൽ ഏത് പാർട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. എപ്പിനെഫ്രിൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? അഡ്രിനൽ മെഡുല. It acts both on muscle and liver to bring about glycogenolysis by increasing phosphorylase activity.
അപ്പോൾ ഈ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ അതായത് നമ്മുടെ മസിൽസിലും ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലിവറിലും ആക്ട് ചെയ്യുന്നു. എന്തിനാണ്? ഗ്ലൈക്കോജെനോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ബൈ ഇൻക്രീസിങ് ഫോസ്ഫോറൈലേസ് ആക്ടിവിറ്റി. ഇനിയും ഈ ഒരു പ്രോസസ്സ് ഗ്ലൈക്കോജെനോലൈസിസിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലിവറിൽ ഗ്ലൂക്കോസ് ആയിരിക്കും ആൻഡ് മസിൽസിൽ ലാക്റ്റേറ്റ് ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഗ്ലൈക്കോജെനോലൈസിസിൻ്റെ എൻഡ് പ്രോഡക്ട്സ് 2 പേരാണ്, ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് ലാക്റ്റേറ്റും. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ലിവറിൽ ഫോം ആവുന്നു, ലാക്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മസിൽസിൽ ഫോം ആവുന്നു. ഇനി ദ നെറ്റ് ഔട്ട്കം ഇസ് ദാറ്റ് എപ്പിനെഫ്രിൻ ഇൻക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ അങ്ങനെയാണ് ഗ്ലൂക്കോസ് ലിവറിൽ ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. സോ എപ്പിനെഫ്രിൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇറ്റ് ഇസ് സെക്രീറ്റഡ് ബൈ അഡ്രിനൽ മെഡുല. 4ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ തൈറോക്സിനാണ്. അപ്പോൾ 4ാമത്തെ ഹോർമോൺ ആരാണ്? തൈറോക്സിനാണ്. തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഇനി ഈ ഹോർമോണും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്, അതായത് എലിവേറ്റ് ചെയ്യുക. ഇൻക്രീസ് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനിയും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റിക് ഗ്ലൈക്കോജെനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ്, ഈ 2 പ്രോസസ്സ്, അതായത് ലിവറിൽ നടക്കുന്ന ഗ്ലൈക്കോജെനോലൈസിസ് എന്ന പ്രോസസ്സിനെയും ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതായത് ഈ 2 പ്രോസസ്സുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് നടക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ തൈറോക്സിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി 5th വൺ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇനിയും അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്തിനൊക്കെയാണ്? പ്രോട്ടീൻ്റെ മെറ്റബോളിസത്തിനെയും അതുപോലെ തന്നെ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇൻക്രീസും ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു, അതായത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സെയിം ആണ്. അപ്പോൾ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീൻ മെറ്റബോളിസത്തിനെയും ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ബൈ എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂസ് ഇസ് ഇൻഹിബിറ്റഡ് ബൈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അതായത് എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂസിൽ നടക്കുന്ന ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷനെ കുറയ്ക്കുന്നു, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഓവറോൾ ഇഫക്റ്റ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെ എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി അഡ്രിനൽ കോർട്ടെക്സ്. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ദേ ഓൾസോ എലിവേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ. അടുത്ത 6th ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ആൻഡ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, അല്ലെങ്കിൽ ACTH. അതായത് നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ്സ് ഗ്രോത്ത് ഹോർമോൺ ആൻഡ് ACTH. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിനെയും ഈ ACTH എന്ന് പറയുന്ന ഹോർമോണിനെയും ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മുടെ ഗ്ലൂക്കോസ് അപ്ടേക്ക് ബൈ സർട്ടൻ ടിഷ്യൂസ് ലൈക്ക് നമ്മുടെ മസിൽസ്, അഡിപ്പോസ് ടിഷ്യൂ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെയും അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോണിൻ്റെയും ആക്ഷൻ എന്താണെന്ന് കാണാം. നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസ് ലൈക്ക് മസിൽസിലും അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂസും യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മസിൽസും അഡിപ്പോസ് ടിഷ്യൂസും കൺസ്യൂം ചെയ്യുന്ന ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗ്രോത്ത് ഹോർമോൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഡെവലപ്പ് ആവുന്നത്. ഇനി ACTH അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോണും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആക്ഷനും. ഇവർ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ, നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ യൂസേജിനെ കുറയ്ക്കുന്നു, ഡിക്രീസസ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലെവൽ ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ഗ്രോത്ത് ഹോർമോണും അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇവരുടെ 2 പേരുടെയും ആക്ഷൻ എന്താണെന്ന് നോക്കിയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മെയിനായിട്ട് ഈ ഹോർമോൺസിൻ്റെയൊക്കെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷൻ എന്താണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുന്നു, ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റ് 5 ഹോർമോൺസും എന്താണ് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ വർദ്ധിപ്പിക്കുന്നു, അതായത് ഹൈപ്പർ ഗ്ലൈസീമിക് ആയിട്ടുള്ള കണ്ടീഷനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ഡയബറ്റിസ് മെലൈറ്റസ് ആണ്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഡയബറ്റിസ് മെലൈറ്റസ്? ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ ഡയബറ്റിസ് മെലൈറ്റസ് 2 ടൈപ്സ് ആണ്. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് മെലൈറ്റസ് ആണോ ഒരു പേഷ്യൻറ്റിലുള്ളത്? ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ? ഇനി എന്തുമാത്രം സിവിയർ ആണ് ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ? അപ്പോൾ ഇതൊക്കെ അസസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇനി ഡയബറ്റിസ് മെലൈറ്റസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ ഉണ്ട്. ലൈക്ക് GTT, OGTT, മിനി GTT,
അപ്പോൾ ഈ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് കാണാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GTT. അപ്പോൾ GTT എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സ് ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി എന്താണ് GTT അല്ലെങ്കിൽ OGTT? അപ്പോൾ GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസ്പോൺസ്, അതായത് ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഓറൽ ഗ്ലൂക്കോസ് ലോഡിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെ ബേസിസ് ആക്കിയിട്ട് നമ്മൾ ഡയബറ്റീസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിനെയാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പേഴ്സണ്, ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കുന്നു. അതായത് ഗ്ലൂക്കോസ് നമ്മൾ ഓറലി കഴിക്കാനായിട്ട് ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ബോഡി എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു എന്നത് വെച്ചിട്ട് നമ്മൾ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പോകുന്നു. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ കാണാം. അപ്പോൾ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ GTT അല്ലെങ്കിൽ OGTT എന്ന് പറയുന്ന ഈ ഒരു ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് മോർണിംഗിലാണ്. അതായത് ഏകദേശം ഒരു 9 to 11 AM, രാവിലെ ഒരു 9 മുതൽ 11 മണിക്ക് ഇടയ്ക്കാണ് ഈ ഒരു GTT അല്ലെങ്കിൽ OGTT നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ദ ഇൻഡിവിജ്വൽ ഇസ് റിക്വയർഡ് ടു ഫാസ്റ്റ് ഓവർനൈറ്റ് അറ്റ് ലീസ്റ്റ് 8 hours ബിഫോർ ദ ടെസ്റ്റ്. അതായത് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തലേദിവസം രാത്രി ഒരു 8 hours എങ്കിലും ഫാസ്റ്റിംഗ് ഈ ഒരു ഇൻഡിവിജ്വൽ ചെയ്തിരിക്കണം. അതായത് ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുക. ഫാസ്റ്റ്, അതായത് ഓവർനൈറ്റ്, പ്രീവിയസ് തലേദിവസം രാത്രി മിനിമം ഒരു 8 hours ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന പേഴ്സൺ ഫുഡൊന്നും കഴിക്കാനായിട്ട് പാടില്ല. എന്നിട്ട് അടുത്ത ദിവസം മോർണിംഗ് 9 to 11 ഇടയ്ക്കാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനിയും ഈ ഫാസ്റ്റിംഗ് പീരീഡിൻ്റെ സമയത്ത്, അതായത് ഫുഡ് കഴിക്കാതിരിക്കുന്ന ഈ ഒരു സമയത്ത് ദ പേഴ്സൺ ഷുഡ് അവോയ്ഡ് ഫുഡ് ആൻഡ് ബീവറേജസ് എക്സെപ്റ്റ് ഫോർ വാട്ടർ. അതായത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് തലേദിവസം രാത്രി GTT അല്ലെങ്കിൽ OGTT ചെയ്യുന്നതിന് തലേദിവസം രാത്രി ഈ പേഷ്യൻ്റ് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത്, അതായത് ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ബിവറേജസ് കഴിക്കാൻ പാടില്ല. ഫുഡ് ആൻഡ് ബിവറേജസ്, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, മറ്റ് ജങ്ക് ഫുഡ്സ് അതൊക്കെ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ വാട്ടർ ഒരു എക്സെപ്ഷനാണ്. വാട്ടർ, അതായത് വെള്ളം കുടിക്കാം. ഇനി ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ ഇസ് ഡ്രോൺ ആൻഡ് യൂറിൻ ഇസ് കളക്റ്റഡ്. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യാൻ പോവുകയാണ് അടുത്ത ദിവസം രാവിലെ 9-നും 11 മണിക്കും ഇടയ്ക്കായിട്ട്. എന്നിട്ട് യൂറിൻ സാമ്പിളും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്? ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിളും അതുപോലെ തന്നെ യൂറിൻ സാമ്പിളുമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി ദ സബ്ജക്റ്റ്, അതായത് പേഷ്യൻറ്റ് ഇസ് ഗിവൺ 75 grams ഓഫ് ഗ്ലൂക്കോസ് ഓറലി ഡിസോൾവ്ഡ് ഇൻ അബൌട്ട് 300 ml ഓഫ് വാട്ടർ ടു ബി ഡ്രങ്ക് ഇൻ അബൌട്ട് 5 minutes. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് GTTയിൽ. അതായത് ഓറൽ ഗ്ലൂക്കോസ് ലോഡിൻ്റെ റെസ്പോൺസ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എത്രയാണ് നമ്മൾ ഗ്ലൂക്കോസ് പേഷ്യൻറ്റിന് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പേഷ്യൻറ്റിന് 75 grams ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഓറലി കൊടുക്കാൻ പോകുന്നത്. ഈ 75 grams ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 300 ml ഓഫ് വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇത് കുടിക്കാനായിട്ട്, ഇൻടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് എന്താണ്, എത്രയാണ് നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ GTT ടെസ്റ്റിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 75 grams ഓഫ് ഗ്ലൂക്കോസ് orally dissolved in about 300 ml of water to be drunk in about 5 minutes. ഇനി ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾസ് ആർ കളക്റ്റഡ് അറ്റ് 30 minutes ഇൻ്റർവെൽ ഫോർ അറ്റ്ലീസ്റ്റ് 2 hours. ഇനി ഒരു 2 hours അടുപ്പിച്ച് 30 minutes ഇൻ്റർവെല്ലിൽ അടുപ്പിച്ച്, അതായത് അപ്പോൾ 2 hours 30 minutes ഗ്യാപ്പ് വിട്ടിട്ടെന്ന് പറഞ്ഞാൽ എത്ര തവണയായിരിക്കും നമ്മൾ ബ്ലഡ് ആൻഡ് യൂറിൻ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്? 4 times. അപ്പോൾ 4 times നമ്മൾ ബ്ലഡും യൂറിൻ സാമ്പിൾസും 2 മണിക്കൂറിനിടയിൽ 30 minute ഇൻ്റർവെൽ വെച്ചിട്ട് കളക്ട് ചെയ്യുന്നു. All blood samples are subjected to glucose estimation while urine samples are qualitatively tested for glucose. അതായത് ഇനി നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിൾസും അതുപോലെ തന്നെ യൂറിൻ സാമ്പിൾസും എന്തുമാത്രം അതിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാബിലേക്ക് അയക്കുന്നു. ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാബിലേക്ക് അയക്കുന്നു. അപ്പോൾ ഇതാണ് GTT റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർട്ട് ഒന്ന് നോക്കി വെക്കുക. നോർമൽ GTT, അതായത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ, നമ്മൾ 9 to 11 ഇടയ്ക്ക് ആ പേഷ്യൻറ്റ് ടെസ്റ്റ് എടുക്കാനായിട്ട് വന്ന ഉടനെ തന്നെ ഗ്ലൂക്കോസിൻ്റെ ലോഡ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ലെസ് ദാൻ 100 mg% ആയിരിക്കണം. ഇനി 2 hours നമ്മൾ 30 minutes ഇൻ്റർവെൽ ഇട്ട് 4 ടൈം കളക്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ ആ
ഒരു ഗ്ലൂക്കോസിൻ്റെ ലെവലിന് നോർമൽ GTT ലെവൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 140 mg% ആയിരിക്കണം. ഇനിയും ഡയബറ്റിസ് ആയിട്ടുള്ള പേഷ്യൻറ്റ് GTT ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ. പക്ഷേ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഉള്ളത് ഗ്രേറ്റർ ദാൻ 126 mg%. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ 2 hours എടുക്കുന്ന സാമ്പിൾസ് ഗ്രേറ്റർ ദാൻ 200 mg% ആയിരിക്കണം. ഇനി ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് IGT എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ 100-നും 126-നും ഇടയ്ക്കും ആൻഡ് ഗ്ലൂക്കോസ് ലെവൽ 2 hours ആഫ്റ്റർ ഗ്ലൂക്കോസ് ഇൻടേക്ക് എന്ന് പറയുന്നത് 140-നും 200 mg%-നും ഇടയ്ക്ക് ആയിരിക്കണം. അപ്പോൾ ഇതാണ് GTT റെസ്പോൺസ്. ഇത് ഈ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ചാർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ GTT കർവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. GTT കർവ് എന്താണെന്ന് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 2 മണിക്കൂറിൽ നമ്മൾ 30 minutes ഇൻ്റർവെൽ വെച്ചിട്ട് 4 തവണയായിട്ട് കളക്ട് ചെയ്ത നോർമൽ സാമ്പിൾസിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ലൈക്ക് 30 minutes, അടുത്ത 1 hour, അടുത്ത 1.5 hour, അടുത്ത 2 hours. അപ്പം അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത സാമ്പിൾസിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വെച്ചിട്ട് നമ്മൾ വരച്ച അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്ത GTT കർവ് ആണ് ഇത്. അപ്പോൾ ഈ കർവ് ഉറപ്പായിട്ട് മറന്നിരിക്കണം. ഇനി ഈ ഡയബറ്റിസ്, ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നിട്ട് നോർമൽ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു റെസ്പോൺസ് GTT റെസ്പോൺസ് ചാർട്ട് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന 3 ഗ്രാഫിൻ്റെ ലൈൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ GTT റെസ്പോൺസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ GTT കർവും നിങ്ങൾ വരയ്ക്കാനായിട്ട് ഉറപ്പായിട്ട് മറന്നിരിക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ GTT വാല്യൂസ് എല്ലാം ടെസ്റ്റിന് ശേഷം ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽസ് എല്ലാം ലഭിച്ചതിന് ശേഷം ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് പേഷ്യൻ്റ് ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോർമലായിട്ട് ഒരു പേഴ്സണിൻ്റെ ഫാസ്റ്റിംഗ് പ്ലാസ്മ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ 70 to 100 mg/dl ആണ്. നോർമൽ പേഴ്സൺസിലെ നോർമലായിട്ടുള്ള ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ 70 to 100 mg/dl ആണ്. ഇനി നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കും. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു 75 grams ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ 300 ml ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓറൽ ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തതിന് ശേഷം ഈ ഗ്ലൂക്കോസിൻ്റെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ പീക്ക് വാല്യൂ റീച്ച് ആവുന്നു. അതായത് അത് 70-നും 100-നും ഇടയ്ക്കിരിക്കേണ്ട ഗ്ലൂക്കോസ് ലെവൽ 140 mg/dl ആകുന്നു. പക്ഷേ 2 hours മാക്സിമം ടൈമിനകത്ത് നിങ്ങൾ 4 തവണ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ സാമ്പിൾസ്. അപ്പോൾ ആ വാല്യൂസ് വീണ്ടും ഇത് നോർമലായിട്ട് വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 140 mg/dl നമ്മൾ ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തതിന് ശേഷം പീക്ക് ലെവലിൽ ആകുന്ന ഈ ഒരു ഗ്ലൂക്കോസ് ലെവൽ ഗ്രാജുവലി 2 hours ആകുമ്പോഴത്തേക്കും ഏകദേശം നോർമൽ ആകുമെന്നാണ് ഇവർ പറയുന്നത്. അതായത് 140 ആദ്യം ഫാസ്റ്റിങ്ങിൽ 70 to 100 ആയിരിക്കും, നമ്മൾ ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തതിന് ശേഷം 140-ക്ക് അടുത്തായിരിക്കും, വീണ്ടും 2 hours ആകുമ്പോഴത്തേക്കും നോർമൽ ഈ 70 to 100-ന് ഇടയ്ക്ക് വരുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇൻ്റർപ്രിറ്റേഷൻ. ഗ്ലൂക്കോസ് ഇസ് നോട്ട് ഡിറ്റക്റ്റഡ് ഇൻ എനി ഓഫ് ദി യൂറിൻ സാമ്പിൾസിൽ ഗ്ലൂക്കോസ് ഉണ്ടാവുകയില്ല. ഇനി ഇംപയർഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് ഉള്ള പേഷ്യൻസിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ 100 to 126 mg/dl ഇടയ്ക്കായിരിക്കും. ഇനിയും 2 hours ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ 140-ക്കും 200 mg/dl ഇടയ്ക്കായിരിക്കും. ഗ്ലൂക്കോസ് ലെവൽസ് എലിവേറ്റഡ് ആണ്, അതായത് വർദ്ധിച്ചിട്ടുണ്ട്. അതിന് വെച്ചാൽ ഗ്ലൂക്കോസ് ടോളറൻസ് പ്രോപ്പറായിട്ട് അതായത് ഇംപയർഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ്, ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 100-നും 126-നും ഇടയ്ക്കും. അതുപോലെ തന്നെ 2 hours ശേഷം നമ്മൾ ഓറൽ ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തതിന് ശേഷമുള്ള ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ 140 to 200 mg/dl ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം മറക്കാതെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ വാല്യൂസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്, ഗ്ലൂക്കോസ് ഓവർലോഡ് കൊടുത്തതിന് ശേഷം ഒരു പേഴ്സണിൻ്റെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്, ഇനി ഇംപയർഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് ഉള്ള പേഷ്യൻസിൽ അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്, അതുപോലെ തന്നെ 2 hours ശേഷമുള്ള ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു ഡയബറ്റിക് മെലൈറ്റസ്, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ 126 mg/dl അധികമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇവിടെ നോക്കി, ഇംപയർഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് ഉള്ള പേഷ്യൻസിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്? 100 to 126. അപ്പോൾ ഏകദേശം ഇതാണ് ഇവിടുത്തെ സെയിം വാല്യൂ തന്നെ. അപ്പോൾ ഈ പേഷ്യൻറ്റിലെ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവലും ഏകദേശം സിമിലർ ആണ്. ഇനി നോക്കിയേ, 2 hours ശേഷമുള്ള ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്? 200 mg/dl. ഇപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ നോക്കി, 2 hours ശേഷം ഒരു പേഴ്സണിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്? 140 to 200. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും ഈ 2 hours ശേഷം ഓറൽ ഗ്ലൂക്കോസിന് ലോഡ് കൊടുത്തതിന് ശേഷമുള്ള ഗ്ലൂക്കോസ് ലെവലും അബ്നോർമൽ ആയിരിക്കും. അപ്പോൾ
അതായത് ഈ റേഞ്ചിലായിരിക്കും. 100 to 126 ഒന്നും മറ്റൊന്ന് 140 to 200 mg/dL റേഞ്ചിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യൻറ്റ് ഡയബറ്റിക് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. സോ ഇത്രയാണ് GTT അല്ലെങ്കിൽ OGTTയുടെ കാര്യങ്ങൾ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതായത് OGTTയുടെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ GTTയുടെ മറ്റൊരു പേരാണ് OGTT എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി OGTTക്ക്, അതായത് OGTT എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള OGTT, ഇനി ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള OGTT. അപ്പോൾ സ്റ്റാൻഡേർഡ് OGTTക്കും എക്സ്റ്റെൻഡഡ് OGTTക്കും എന്താണ് വ്യത്യാസം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള OGTT അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് GTT എന്താണെന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ മെഷർ ചെയ്യുന്നു. അതിനുശേഷം 30 മിനിറ്റ്സ് ഇൻ്റർവൽ വെച്ചിട്ട് 2 hours ഒരിക്കൽ നമ്മൾ 4 തവണയായിട്ട് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. ബ്ലഡ് സാമ്പിൾസ് അതുപോലെ തന്നെ യൂറിൻ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. ഇനി എക്സ്റ്റെൻഡഡ് OGTT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി 2 hours ഇൻ്റർവെലായിരുന്നു മാക്സിമം സമയം കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ 3 or 4 hours പോസിബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതായത് ഇവിടുത്തെ മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ 3 to 4 hours വരെ നമ്മൾ ഈ ടെസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് കളക്ടിങ് ബ്ലഡ് സാമ്പിൾസ് ആൻഡ് യൂറിൻ സാമ്പിൾസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് OGTT എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ടെസ്റ്റുകൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇങ്ങനൊരു വ്യത്യാസവും ഇങ്ങനൊരു ഒരു ചെറിയ ഡിഫറൻസ് വെച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ സ്റ്റാൻഡേർഡ് OGTTയെക്കാട്ടിലും മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നൽകാനായിട്ട് ഈ എക്സ്റ്റെൻഡഡ് OGTTക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് OGTTക്കും എക്സ്റ്റെൻഡഡ് OGTTക്കും ഉള്ള വ്യത്യാസം? സ്റ്റാൻഡേർഡ് OGTT മാക്സിമം നമ്മൾ 2 hours വെച്ചിട്ട് 30 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ 4 തവണയായിരുന്നു കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എക്സ്റ്റെൻഡഡ് OGTT എന്ന് പറഞ്ഞാൽ അത് 3 or 4 hours വരെ നമ്മൾ സമയം കൊടുത്തിട്ട് 30 മിനിറ്റ്സ് ഇൻ്റർവെൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി എക്സ്റ്റെൻഡഡ് OGTT എന്തിനാണ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിം ആണ്. ഓറൽ ഗ്ലൂക്കോസ് ലോഡ് നമ്മൾ OGTTക്ക് അല്ലെങ്കിൽ GTTക്ക് പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെയാണ് ഇത്. ഇനി അഥവാ എക്സ്റ്റെൻഡഡ് ഓറൽ GTTയുടെ പ്രൊസീജിയർ ചോദിക്കുകയാണെങ്കിൽ സെയിം എഴുതിയാൽ മതി. പക്ഷേ 2 hours ടൈം മാറ്റിയിട്ട് 3 or 4 hours ആക്കിയാൽ മതി. അടുത്ത് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിനി GTT. അപ്പോൾ മിനി GTT എന്ന് പറഞ്ഞാൽ മിനി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള OGTTയുടെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഈ മിനി GTT എന്ന് പറയുന്നത്. ഇനി ഇതിന് നമ്മൾ സ്ക്രീനിങ് പർപ്പസസിനായിട്ട് അതായത് ഡയബറ്റിസ് മെലൈറ്റസിൻ്റെ സ്ക്രീനിങ് പർപ്പസസിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിനി GTT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മിനി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഈ മിനി GTT എന്ന് പറയുന്നത്. The individual is required to fast for a certain period. അതായത് OGTT പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, അതായത് നമ്മൾ മറ്റേതിൽ OGTT എത്ര പറഞ്ഞിരുന്നത് 8 hours മാക്സിമം ഫാസ്റ്റിംഗ് ചെയ്യണം, അതായത് ഫുഡ് ഒന്നും കഴിക്കാതെ ഇരിക്കണം. അതുപോലെ തന്നെയാണ് ഈ മിനി GTTയിലും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടെസ്റ്റിന് മുന്നേ, അതായത് ബിഗിനിങ് ഓഫ് ദ ടെസ്റ്റ്, ഈ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലാർജ് ഗ്ലൂക്കോസ് ലോഡ് instead of the larger glucose load used in the standard OGTT, a smaller amount is often used for the mini GTT, exact amount of midi. അതായത് OGTT നമ്മൾ യൂസ് ചെയ്ത കണ്ടൻസ്, അതായത് ഗ്ലൂക്കോസിൻ്റെയും വെള്ളത്തിൻ്റെയും എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി OGTT കമ്പയർ ചെയ്യുമ്പോൾ ഈ മിനി GTTയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗ്ലൂക്കോസിൻ്റെ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ഒരു സ്മോളർ എമൗണ്ട് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക, മിനി GTT എന്ന് പറയുക. ഇനി ബ്ലഡ് സാമ്പിൾസ് ആർ ടേക്കൺ അറ്റ് സ്പെസിഫിക് ടൈം ഇൻ്റർവൽസ് ആഫ്റ്റർ ദി ഗ്ലൂക്കോസ് ഡ്രിങ്ക് ഇസ് കൺസ്യൂംഡ്. ഏകദേശം 1 hour and 2 hours ആഫ്റ്റർ ഇഞ്ചക്ഷൻ, അതായത് ഫുഡ് ഗ്ലൂക്കോസ് ഓവർലോഡ് കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുടിച്ചതിന് ശേഷം 1 hour അല്ലെങ്കിൽ 2 hours വരെ സമയം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് OGTT പോലെ തന്നെയാണ്. ഇനി റിസൾട്ട്സ് ആർ ഇൻ്റർപ്രറ്റഡ് ബേസ്ഡ് ഓൺ ദ മെഷർഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് അറ്റ് ഈച്ച് ടൈം പോയിന്റ് സിമിലർ ടു ദി OGTT. നമ്മൾ GTT കർവ് യൂസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലായിരുന്നു, അതുപോലെ തന്നെയാണ് മിനി GTTയിലും നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ഈ ടൈം ഇൻ്റർവൽ മാക്സിമം 2 hours വരെ 1 അല്ലെങ്കിൽ 2 hours വരെ
വളരെ സമയം കൊടുത്ത് 3 to 4 ടൈംസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം, അതായത് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ മിനി GTTയുടെ ഫൈനൽ ഇൻ്റർപ്രിട്ടേഷനും നൽകാനായിട്ട് പോകുന്നത്. അതായത് ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാം സെയിം ആണ്. സ്റ്റാൻഡേർഡ് OGTTയും മിനി GTTയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റാൻഡേർഡ് OGTTയിൽ ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിരുന്ന ഗ്ലൂക്കോസ് ഓവർലോഡിൻ്റെ എമൗണ്ടിനെ കാട്ടിലും കമ്പാരിറ്റീവ്ലി കുറഞ്ഞ എമൗണ്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് ഓവർലോഡിൻ്റെ കണ്ടൻസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് അതുപോലെ തന്നെ വാട്ടർ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്നിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കി പ്രൊസീജിയറും ബാക്കി കാര്യങ്ങളും ഇൻ്റർപ്രിട്ടേഷനും എല്ലാം സെയിം ആണ്. അപ്പോൾ ഇത്രയാണ് മിനി GTTയെ കുറിച്ച് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്, കൂടുതലും MCQസിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ്, അതായത് GCT എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമനിൽ നമ്മൾ ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ഡയബറ്റിസ് ആണ് ഈ GCT എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലൈറ്റസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ്. പ്രഗ്നൻ്റ് വിമനിലാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 24 and 28 വീക്സ് ഓഫ് പ്രഗ്നൻസിയുടെ സമയത്ത്, അതായത് ഈ ഒരു പീരീഡിനിടയ്ക്കാണ് നമ്മൾ ഈ GCT ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റുട്ടീൻ സ്ക്രീനിങ് നടത്താനായിട്ട് പോകുന്നത്. അതായത് ഏത് ടൈം പീരീഡ് ആണ്? ഇറ്റ് ഈസ് യൂഷ്വലി കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 24 and 28 വീക്സ് ഓഫ് പ്രഗ്നൻസി, വിച്ച് ഈസ് ദ ടിപ്പിക്കൽ ടൈമിംഗ് ഫോർ റൂട്ടീൻ സ്ക്രീനിങ് ഫോർ GDM, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലൈറ്റസ്. കൂടുതലും പ്രഗ്നന്റ് വിമൻ ഡയബറ്റിക് ആവുന്നതെന്ന് പറഞ്ഞാൽ ഈ 4 to 28 വീക്സ് ഓഫ് പ്രഗ്നൻസിയുടെ പീരീഡിലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രഗ്നന്റ് വിമനിലാണ് നമ്മളിത് ചെയ്യുന്നത്. എന്തിനാണ്? ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലൈറ്റസ് ഇവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. എപ്പോഴാണ് ചെയ്യുന്നത്? 24 and 28 വീക്സ് ഓഫ് പ്രഗ്നൻസിയുടെ ഇടയ്ക്ക്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് IVGTT ആണ്, അതായത് ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അപ്പോൾ എന്താണ് ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ OGTT എന്താണെന്ന് പറഞ്ഞു, ഓറലായിട്ട് ഗ്ലൂക്കോസ് ലോഡ് നമ്മൾ ഡ്രിങ്ക് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, അതായത് ഇൻട്രാവീനസ്ലി, അതായത് വെയിനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇനി എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് സ്റ്റാൻഡേർഡൈസ്ഡ്, അതായത് പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കും. അതിവിടെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാവീനസ്ലി, അതായത് വെയിനിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമ്മുടെ OGTT പോലെ തന്നെയാണ് ഈ ടെസ്റ്റ് എടുക്കുന്നതിന് മുന്നേ പേഷ്യൻറ്റിനോട് നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിന് ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. ടെസ്റ്റിന് മുന്നേ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി റെഗുലർ ഇൻ്റർവെൽസിൽ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ഇൻഫ്യൂഷൻ, അതായത് ഇൻട്രാവീനസ്ലി നമ്മൾ വെയിൻസിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് കൊടുത്തതിന് ശേഷം ആഫ്റ്റർ ദി ഇൻട്രാവീനസ് ഗ്ലൂക്കോസ് ഇൻഫ്യൂഷൻ വിൽ കളക്ട് ബ്ലഡ് സാമ്പിൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ടു മെഷർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെഷർ ചെയ്യാനായിട്ട്. ഇനി ഇൻസുലിൻ ലെവൽസ് മേ ബി ഓൾസോ മെഷർ ടു ആക്സസ് ദ ബോഡീസ് ഇൻസുലിൻ റെസ്പോൺസ് ടു ദ ഗ്ലൂക്കോസ് ലോഡ്. അതായത് ഈ ടെസ്റ്റിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെസ്റ്റുകളിലൊന്നും തന്നെ ഇൻസുലിൻ ലെവൽ നമ്മൾ മെഷർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റ് നമ്മുടെ ബോഡിക്ക് ഇൻസുലിനോടുള്ള റെസ്പോൺസ്, അതായത് ഗ്ലൂക്കോസിലോട് നമ്മൾ ഇൻട്രാവീനസ്ലി പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം ആ പേഷ്യൻറ്റിൻ്റെ ബോഡി എങ്ങനെയാണ് ഈ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇൻസുലിൻ ലെവൽസും മെഷർ ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഇൻട്രാവീനസ് GTTയിലാണ് നമ്മൾ ഇൻസുലിൻ ലെവൽ മെഷർ ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മൾ റിസൾട്ട്സ് അനലൈസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇൻട്രാവീനസ് GTTയെ കുറിച്ച്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ HbA1c എന്താണെന്നാണ്. ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രം മതി. അപ്പോൾ HbA1c അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ A1c or hemoglobin A1c എന്ന് പറഞ്ഞാൽ എന്താണ്? It is a blood test that provides information about a person's average blood glucose levels over the past 2 or 3 months. അതായത് പ്രീവിയസ്ലി ഉള്ള, അതായത് പാസ്റ്റ്ലി ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരു പാസ്റ്റ് 2 to 3 മന്ത്സിൽ ഈ പേഷ്യൻറ്റിൻ്റെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയായിരുന്നു എന്ന് ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് ഈ HbA1c അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ A1c എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ്. So, it is a blood test that provides information about a person's average blood glucose levels over the past 2 to 3 months. It is commonly used for diagnostic and monitoring tool for diabetes mellitus. അപ്പോൾ ഡയബറ്റിസ് മെലൈറ്റസിൻ്റെ ഇൻവെസ്റ്റിഗേഷനായിട്ടാണ് നമ്മൾ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് സ്ട്രീം can attach to hemoglobin, the protein in red blood cells that carries oxygen. This process is known as glycation.
അപ്പോൾ ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനുമായിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസ് അറ്റാച്ച്ഡ് ആകുന്നു. ഇനി നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിലുള്ള പ്രോട്ടീൻസ് ആണ് ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ വിത്ത് അറ്റാച്ച്ഡ് ഗ്ലൂക്കോസ് ഇസ് ടേംഡ് ആസ് ഹീമോഗ്ലോബിൻ A1C ഓർ HbA1c. അതുകൊണ്ടാണ്, അപ്പോൾ ഈ റീസൺ കാരണമാണ് നമ്മൾ ഹീമോഗ്ലോബിൻ, അതായത് ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസിനെ എന്തെന്ന് പറയുക? ഹീമോഗ്ലോബിൻ A1C അല്ലെങ്കിൽ HbA1c എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. HbA1c എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഗ്ലൈക്കേഷൻ എന്താണെന്ന് എഴുതണം. അതിനുശേഷം ഹീമോഗ്ലോബിൻ വിത്ത് അറ്റാച്ച്ഡ് ഗ്ലൂക്കോസ് ഇസ് ടേംഡ് ആസ് ഹീമോഗ്ലോബിൻ A1c എന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ 2 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി എപ്പോഴാണ് ഇത് നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യൻറ്റിൻ്റെ ഫാസ്റ്റ് 2 to 3 months ആയിട്ടുള്ള ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ആവറേജ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ HbA1c എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ഈ 2 പോയിന്റ്സും ശ്രദ്ധിച്ചിരിക്കണം. ഇനി മെഷർമെൻറ്റ് ഓഫ് HbA1c, ദ പെർസെൻറ്റേജ് ഓഫ് ഹീമോഗ്ലോബിൻ ദാറ്റ് ഹാസ് ഗ്ലൂക്കോസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പോൾ ഈ HbA1c ടെസ്റ്റ് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, എന്തുമാത്രം ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഗ്ലൂക്കോസുമായിട്ട് അറ്റാച്ച്ഡ് ഉള്ളത്. ദ പെർസെൻറ്റേജ് ഓഫ് ഹീമോഗ്ലോബിൻ ദാറ്റ് ഹാസ് ഗ്ലൂക്കോസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പോൾ എത്രമാത്രം ഹീമോഗ്ലോബിൻ ആണ് ഗ്ലൂക്കോസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് എന്നതിനെയാണ് നമ്മുടെ HbA1c ടെസ്റ്റ് മെഷർ ചെയ്യുന്നത്. ഇനി HbA1c ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർസെൻറ്റേജിലായിരിക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ആണ്. റെപ്രസെൻറ്റിംഗ് ദി ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ഓവർ എ സ്പെസിഫിക് പീരീഡ്. അപ്പോൾ 2 to 3 months ആ പേഷ്യൻറ്റിന് ആവറേജ് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ് ഇത് പറയാനായിട്ട് പോകുന്നത്. അതെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് യൂണിറ്റിലാണ്? പെർസെൻറ്റേജിലാണ്. സോ ദിസ് ഈസ് അബൌട്ട് HbA1c. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കാണാം. അതായത് നോർമലായിട്ടുള്ള HbA1c ലെവൽ എത്രയാണെന്ന് നോക്കാം. നോർമലായിട്ടുള്ള HbA1c ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിലോ 5.7%. ഇനി പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിൻ്റെ HbA1c ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിറ്റ്വീൻ 5.7% ആൻഡ് 6.4%. ഇനി ഡയബറ്റിസ് ഡയഗ്നോസിസ്, അതായത് ഓൾറെഡി ഡയബറ്റിസ് കൺഫേംഡ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിലെ ആണെങ്കിൽ HbA1c ലെവൽസ് എന്ന് പറഞ്ഞാൽ 6.5% അല്ലെങ്കിൽ അതിലും അധികമായിരിക്കും. സോ ഇതാണ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇതാണ് നോർമൽ റേഞ്ച്. അതുപോലെ പിന്നെ പ്രീ ഡയബറ്റിക് ആൻഡ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലെ HbA1cയുടെ നോർമൽ വാല്യൂസ്. ഇതിൽ നിന്ന് അബ്നോർമൽ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ്, അതായത് കുറവോ കൂടുതലോ എന്തെങ്കിലും കാണുവാണെങ്കിൽ ദെൻ നമുക്ക് ഡയബറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ആണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡും, ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലും എന്നാണ്. അപ്പോൾ ഡിക്രീസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ഹൈപ്പോഗ്ലൈസീമിയ? ഇറ്റ് റെഫേഴ്സ് ടു എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ബ്ലഡ് ഷുഗർ ഓർ ലോ ഗ്ലൂക്കോസ് ലെവൽസ്. ഇനി ഡയബറ്റിസ് മെഡിസിൻസ് കഴിക്കുന്ന പേഷ്യൻസിലാണ് കൂടുതലും ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ ഇൻസുലിൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സർട്ടൻ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ട് ഡയബറ്റിക് പേഷ്യൻസ് മിക്കപ്പോഴും ആകാറുള്ളത്. അപ്പോൾ റീസൺസ് എന്താണ്? ഇൻസുലിൻ അല്ലെങ്കിൽ മറ്റ് ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നത് കാരണമാണ് മിക്കപ്പോഴും എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ട് കാണപ്പെടാറുള്ളത്. ഇനിയും ഇറ്റ് ക്യാൻ ഓൾസോ ഒക്കർ ഇൻ പീപ്പിൾ വിത്തൗട്ട് ഡയബറ്റിസ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്. എപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലാണ് ഹൈപ്പോഗ്ലൈസീമിയ കാണപ്പെടേണ്ടതെന്നില്ല. ചില സമയത്ത് ചില സർട്ടൻ സർക്കംസ്റ്റൻസസ്, പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പീപ്പിളിൽ ഹൈപ്പോഗ്ലൈസീമിയ കാണാറുണ്ട്. ഇനി കോസസ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ, എന്ത് കാരണമാണ് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നത്? ഫസ്റ്റ് വൺ, മെഡിക്കേഷൻ ഇൻഡ്യൂസ്ഡ്. മെഡിക്കേഷൻ ഇൻഡ്യൂസ്ഡ് ആണ് ഫസ്റ്റ് റീസൺ, അതായത് ഫസ്റ്റ് കോസ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, ടു മച്ച് ഇൻസുലിൻ അല്ലെങ്കിൽ ഓറൽ മെഡിക്കേഷൻസ് ലൈക്ക് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് ഒത്തിരി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മൾ ഒത്തിരി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നോർമലിൽ നിന്നും വീണ്ടും കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ ഇൻഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഒത്തിരി ഇൻസുലിൻ അല്ലെങ്കിൽ അതർ ഓറൽ മെഡിക്കേഷൻസ് ലൈക്ക് ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്ന പേഷ്യൻസ് കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒത്തിരി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഡിലേഡ് ഓർ മിസ്ഡ് മീൽസ്, അതായത് ആഹാരം സ്കിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മിസ് ചെയ്യുന്നത് ഒരു റീസൺ ആവാം. തേർഡ് വൺ, ഇൻക്രീസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് വളരെ കഠിനമായ അല്ലെങ്കിൽ ഒത്തിരി നേരത്തേക്ക് ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ എനർജിയെ
കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹൈപ്പോഗ്ലൈസിമിയ വരാനായിട്ട് ചാൻസുകൾ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയ വരാനായിട്ടുള്ള റിസ്ക് അധികമാണ്. ഫോർത്ത് റീസൺ, ആൽക്കഹോൾ കൺസംഷൻ. ആൽക്കഹോൾ നമ്മുടെ ബോഡിയിലെ ലിവറിൻ്റെ എബിലിറ്റി ടു റിലീസ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് സ്ട്രീമിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന പേഴ്സൺസിൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ കോമൺ ആണ്. ലാസ്റ്റ് വൺ, മെഡിക്കൽ കണ്ടീഷൻസ്. മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് എന്തെങ്കിലും ലിവർ ഡിസോർഡേഴ്സ്, കിഡ്നി ഡിസോർഡേഴ്സ് ഒക്കെയുള്ള പേഷ്യൻസിൽ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ കാണാൻ സാധിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഗ്ലൂക്കോസിനെ ബ്ലഡ് സ്ട്രീമിലോട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ലിവർ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ലിവറിനെ കൊണ്ട് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഗ്ലൂക്കോസിൻ്റെ ലെവൽ ബ്ലഡിൽ കുറയുന്നു. അപ്പോൾ അങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ വരാം. അപ്പോൾ ഇതാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്താണെന്നും ഹൈപ്പോഗ്ലൈസീമിയയുടെ കോസസും കണ്ടു. സോ ദിസ് ഈസ് അബൌട്ട് ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് കോസസ്. കോസസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈപ്പോഗ്ലൈസീമിയയുടെ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്? റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്, ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ഡയബറ്റിസ് മെലൈറ്റസ്, അതുകൂടാതെ ഹൈപ്പോഗ്ലൈസീമിയയുടെ ഡെഫിനിഷനും കോസസും. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ so this is all about it. I hope you found this video useful. Thank you.